Hi everyone, this is Jincy, nursing instructor at Apex RN Prep. Today we are going to discuss a topic related to the GI system, which is dumping syndrome. First, let's talk a little bit about the digestive process and then we can look into dumping syndrome. When we eat food, it gets mixed with your saliva and the digestion starts in your mouth. Then the food goes into your esophagus, to the stomach, to the small intestine, and then to the large intestine. So, esophagus in the stomachilekku food എത്തുമ്പോൾ സ്റ്റൊമക്കിനകത്ത് gastric juices ഉണ്ട്. അതുമായിട്ട് ഫുഡ് മിക്സ് ചെയ്തിട്ട് ഫുഡ് ബ്രേക്ക് ഡൗൺ ആവും. And the stomach holds the food until it is ready to empty into your small intestine. സ്റ്റൊമക്കിൽ കുറേ നേരം ഫുഡ് ഇരിക്കും. എപ്പോഴാണോ സ്റ്റൊമക്ക് റെഡി ആകുന്നത് അന്നേരമാണ് ആ ഫുഡ് സ്റ്റൊമക്കിൽ നിന്ന് സ്മോൾ ഇൻറ്റസ്റ്റൈനിലേക്ക് പോകുന്നത്. ഇറ്റ് ക്യാൻ ടേക്ക് എനിവെയർ ഫ്രം 2 to 4 hours. അപ്പോൾ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ എത്തിക്കഴിയുമ്പോൾ അവിടെ വേറെ ജ്യൂസസ് ആയ പാൻക്രിയാറ്റിക് ജ്യൂസ്, ബൈൽ ആൻഡ് അതർ എൻസൈംസ് അതുമായിട്ടെല്ലാം മിക്സ് ചെയ്തിട്ട് ഈ ഫുഡിലെ നല്ല ന്യൂട്രിയൻസിനെയും വാട്ടറിനെയും മുഴുവൻ സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ വാള് അബ്സോർവ് ചെയ്യും. അപ്പം നല്ല ഫുഡിൻ്റെ എല്ലാ ന്യൂട്രിയൻസിനെ അബ്സോർവ് ചെയ്യുന്നത് സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ വാളാണ്. അതിനുശേഷം ബാക്കി വരുന്ന വേസ്റ്റാണ് സോളിഡായിട്ട് ഫീസിസ് ആയിട്ട് ലാർജ് ഇൻറ്റസ്റ്റൈനിൽ പോയിട്ട് അത് എക്സ്ക്രീറ്റ് ആയി പോകുന്നത്. ഓക്കെ, നൗ ലെറ്റ്സ് ടേക്ക് എ ലുക്ക് ഇൻ ടു ഡംപിംഗ് സിൻഡ്രോം. Dumping syndrome is the rapid emptying of the gastric contents into the small intestine. ഞാൻ നേരത്തെ പറഞ്ഞു സ്റ്റൊമക്കിൽ കുറേ നേരം ഫുഡ് ഇരിക്കും, അതിനുശേഷമാണ് സ്മോൾ ഇൻറ്റസ്റ്റൈനിലേക്ക് പോകുന്നതെന്ന്. ഒരു 2 to 4 hours എടുക്കും സ്മോൾ ഇൻറ്റസ്റ്റൈനിലെത്താൻ. പക്ഷേ ഈ ഡംപിംഗ് സിൻഡ്രോമിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ സ്റ്റൊമക്കിൽ നിന്ന് പെട്ടെന്ന് തന്നെ ഫുഡ് ഡുയോഡനത്തിലേക്ക് എത്തും, അല്ലെങ്കിൽ സ്മോൾ ഇൻറ്റസ്റ്റൈനിലേക്ക് എത്തും. അപ്പോൾ ഈ പേഷ്യൻസ് പെട്ടെന്ന് തന്നെ സയൻസ് ആൻഡ് സിംറ്റംസ് മാനിഫെസ്റ്റ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, ഇത് സാധാരണ ഡംപിംഗ് സിൻഡ്രോം കാണുന്നത് ഗ്യാസ്ട്രിക് റിസെക്ഷൻ കഴിഞ്ഞ പേഷ്യൻസിലാണ്. അപ്പോൾ ഗ്യാസ്ട്രിക് സർജറി ഒക്കെ കഴിഞ്ഞ പേഷ്യൻസിലാണ് നമുക്ക് ഡംപിംഗ് സിൻഡ്രോം കാണാൻ പറ്റുന്നത്. എന്താണ് ഇവരുടെ സയൻസ് ആൻഡ് സിംറ്റംസ് എന്ന് നോക്കാം. ടാക്കിക്കാർഡിയ, അവർക്ക് ഭയങ്കരമായിട്ട് ഹാർട്ട് റേറ്റ് കൂടും. പാൽപിറ്റേഷൻ, പാലർ, സ്വെറിങ്, സിങ്കപ്പി എന്ന് പറഞ്ഞാൽ എന്താണ്? പെട്ടെന്ന് തന്നെ അവർക്ക് ടെമ്പററി ലോസ് ഓഫ് കോൺഷ്യസ്നെസ്, അവരുടെ ബോധം കുറച്ച് നേരത്തേക്ക് പോകും. പിന്നെ വേർട്ടിഗോ, തലകറക്കോ ഒക്കെ ഉണ്ടാവും. പിന്നെ അവർക്ക് പെട്ടെന്ന് തന്നെ ലൈ ഡൗൺ ചെയ്യണം, ദേ ഡിസൈഡ് ടു ലൈ ഡൗൺ. ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ കിടക്കാൻ തോന്നും. ഇതൊക്കെയാണ് ഏർലി മാനിഫെസ്റ്റേഷൻ. ഈ ഏർലി മാനിഫെസ്റ്റേഷൻ ഡംപിംഗ് സിൻഡ്രോം ഉള്ള പേഷ്യന്റിൽ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഒരു 30 മിനിറ്റ്സിനുള്ളിൽ ഇവർ ഈ സിംറ്റംസ് ഒക്കെ കാണിക്കാൻ തുടങ്ങും. ഇവരുടെ ശരിക്കുമുള്ള സയൻസ് ആൻഡ് സിംറ്റംസ് നോക്കിക്കഴിഞ്ഞാൽ ഇവർക്ക് ഭയങ്കരമായിട്ട് നോസിയ, വോമിറ്റിംഗ് ഉണ്ടാവും, ഡയറിയ ഉണ്ടാവും, പാൽപിറ്റേഷനും ടാക്കിക്കാർഡിയം എന്താണ്? ഹാർട്ട് റേറ്റ് കൂടിയിട്ട് പാൽപിറ്റേഷൻ ഫീൽ ചെയ്യും. പിന്നീട് ഇവർക്ക് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ വയറ് നിറയുന്നതായിട്ട് അബ്ഡോമിനൽ ഫുൾനെസ് ഫീൽ ചെയ്യും. പിന്നീട് അവർക്ക് അതുപോലെ തന്നെ ക്രാമ്പിംഗ് ഉണ്ടാവും, വയറിനകത്ത് ഭയങ്കര ക്രാമ്പിംഗ് ആയിരിക്കും. പിന്നീട് അവർക്ക് പെർസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് വിയർക്കുകയാണ്, സ്വെറ്റ് ചെയ്യാണ്. പിന്നെ ഡിസിനെസ് ഫീൽ ചെയ്യും, ഭയങ്കരമായിട്ട് തലകറക്കലൊക്കെ ഫീൽ ചെയ്യും. പിന്നെ വേറൊരു സിംറ്റമാണ് ബോർബോറക്മായി എന്ന് പറഞ്ഞാൽ അവരുടെ വയറിനുള്ളിൽ ഭയങ്കര ഗേർഗ്ലിംഗ് സൗണ്ട് കേൾക്കാം. പെരിസ്റ്റാൾസിസ് കാരണം ഒരുപാട് സൗണ്ടുകൾ കേൾക്കാം. അതാണ് ബോർബോറക്മായി എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് സയൻസ് ആൻഡ് സിംറ്റംസ്. എൻക്ലെക്സിനകത്ത് മെയിനായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഇവരുടെ എഡ്യൂക്കേഷൻ. എന്താണ് നമ്മൾ പേഷ്യൻസിനെ പഠിപ്പിക്കേണ്ടത്? ദേ നീഡ് ടു അവോയ്ഡ് ഷുഗർ, സോൾട്ട്, മിൽക്ക്. വൈറ്റ് കളറിലുള്ള സാധനങ്ങളാണ് ഷുഗറും സോൾട്ടും മിൽക്കും, അത് അവോയ്ഡ് ചെയ്യണം. ആൻഡ് വി നീഡ് ടു ഗീവ് ദം ലോ കാർബോഹൈഡ്രേറ്റ്. കാർബോഹൈഡ്രേറ്റ് കുറഞ്ഞ ഫുഡാണ് നമ്മൾ കൊടുക്കേണ്ടത്. ദേ ക്യാൻ ഈറ്റ് ഹൈ പ്രോട്ടീൻ ആൻഡ് ഹൈ ഫാറ്റ്. പ്രോട്ടീനും ഫാറ്റും റിച്ച് ആയിട്ടുള്ള ഫുഡ് കൊടുക്കാം. മെയിനായിട്ടുള്ള ഒരു കാര്യം, ഇവരോട് നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യണം. ഡു നോട്ട് ഡ്രിങ്ക് വാട്ടർ വൈൽ ദേ ആർ ഈറ്റിംഗ്. അവർ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ വെള്ളം കുടിക്കാൻ പാടില്ല. ഓക്കെ, നെക്സ്റ്റ് തിങ് ഈസ് വെരി ഇൻട്രസ്റ്റിംഗ്. ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ അവർ കിടക്കാൻ പറയണം. ഓക്കെ, നമ്മളോടൊക്കെ പേരൻസ് പറയും ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ കിടക്കരുതെന്ന്. പക്ഷെ ഡംപിംഗ് സിൻഡ്രോം ഉള്ള പേഷ്യൻസിനോട് നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യണം, അവർ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ കിടക്കാൻ. ഓക്കെ.
അത് സ്ലോ ഡൗൺ ചെയ്യാൻ, ഗ്യാസ്ട്രിക് എംറ്റിങ് സ്ലോ ഡൗൺ ചെയ്യാനാണ് കിടക്കാൻ പറയുന്നത്. അപ്പം ഇതാണ് മെയിനായിട്ട്. Okay, that was a quick overview of dumping syndrome, and please join our live class, and you can check the description on this video regarding information about our live course. Thank you for watching me.